Rider on the rain, neck and a shoulder, choti see got. കട്ടി പതങ്ക് നല്ല ഉഗ്രം പടമാ. ഇതിലാരൊക്കെയാ? രാജേഷ് കന്നുണ്ട്, ആശാപ്പരയൊക്കെ ഉണ്ട്. ലവ് സബ്ജക്റ്റാ. ഇത് വേണ്ട, വേറെ എന്തെങ്കിലും. പിന്നെ സൂപ്പർ ഗേൾ ഉണ്ടോ? സൂപ്പർ ഗേൾ ഇല്ല, മൈക്കിൾ ജാക്സൺ ഉണ്ട്. അത് വേണ്ട. അമിതാഭ് ബച്ചൻ? ഓ, അത് ഒട്ടും വേണ്ട. വേറെ എന്തെങ്കിലും ലേറ്റസ്റ്റ് ഫിലിം എടുക്കണം. ഓ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കണ്ടതായിരിക്കും മിക്കവാറും. നിങ്ങളുടെ കയ്യിൽ വേറെ നല്ല പടമൊന്നുമില്ലേ? ഉണ്ടല്ലോ, യാദോങ്കി ഭാരത്, ബീസാൽ ഭാരത്, പൂനങ്കി രാത്, ആഗലെ ലഗജ. ഓ, അതൊന്നും വേണ്ട. ഹലോ, ഒന്നിങ്ങോട്ട് വരണം. എക്സ്ക്യൂസ് മീ. യെസ്. വുമൻ 3 ഉണ്ടോ? ഉണ്ടായിരുന്നു, പുറത്തു പോയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ വരും. സൂപ്പർമാൻ ഇല്ല. ഹീറോ ഉണ്ടോ? ഹീറോ ഇല്ല. ഫസ്റ്റ് പ്ലോട്ട് ഉണ്ടോ? ഫസ്റ്റ് പ്ലോട്ട് ഉണ്ട്. ഇതാ. ഞാനാണ് ആദ്യം ചോദിച്ചത്. നോ, ഞാനാണ് ആദ്യം ചോദിച്ചത്. ഞാനാണ് ആദ്യം ഇവിടെ വന്നതും ഫസ്റ്റ് പ്ലോട്ട് ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ച് കാസറ്റ് നശിപ്പിച്ചുകളല്ലേ? ആരാണ് ആദ്യം കണ്ടത്? നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കും. ഞാൻ എത്ര ദിവസമായി ഫസ്റ്റ് പ്ലേറ്റും തിരക്കി നടക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് ബ്ലഡോ സെക്കൻഡ് ബ്ലഡോ തേർഡ് ബ്ലഡോ അന്വേഷിച്ചു വെച്ചാൽ എനിക്കെന്താ വേണ്ടത്? ഞാൻ കണ്ടിട്ട് നാളെ തിരിച്ചു കൊടുക്കും. അപ്പൊ കണ്ടാ മതി. ഓ, കൽപ്പനയായിരിക്കും. അതെ, എഴുതി വെച്ചോ. ഓ, എവിടുന്ന് രാവിലെ കുറ്റിയും പറിച്ചോണ്ട് വന്നതോ? ഡാഡി, പെൻസിൽ. എത്രയായി? 26 രൂപ. നീ ഇന്നലെ വരുമെന്നല്ലേ പറഞ്ഞത്? സ്റ്റേഷനിൽ കാർ വെച്ചിരുന്നു. എന്ത് പറ്റി? ഇന്നലെ എന്റെ ഫ്രണ്ട്സിനെ കണ്ട് തിരിച്ചെത്തിയപ്പോ വണ്ടിയുടെ സമയം കഴിഞ്ഞു. പിന്നെ രാവിലത്തെ വണ്ടിക്ക് പോരാന്ന് വെച്ചു. ഡാഡിയുടെ അസുഖം എങ്ങനെയുണ്ട്? ഇപ്പൊ വിശേഷമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോ ചുമക്കൊരു മരുന്ന് വന്നില്ലേ? അത് കഴിച്ച പിന്നെ ചുമച്ചിട്ടില്ല. ഡാഡി ആദ്യമായിട്ടാണല്ലോ രവി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതെ, ഇതിനു മുമ്പ് ഇവൻ തന്നിട്ടുള്ള മരുന്നൊന്നും എനിക്ക് കേട്ടിട്ടില്ല. എറണാകുളത്ത് ചെന്നപ്പോ ജനറൽ ഹോസ്പിറ്റലിലെ വിവരമുള്ള ഡോക്ടർമാരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടുള്ള ഇംപ്രൂവ്മെന്റ് ആയിരിക്കും. അവനിപ്പോ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അവനൊന്ന് കുറിച്ച് ഫ്രഷ് ആയിട്ട് പോരെ ഈ ലാറ്റടിയൊക്കെ. മതിയോ? എങ്കിൽ മതി. നീ വാ. ചേട്ടനെ പോന്നു. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇതാ നിന്റെ മൈക്കിൾ ജാക്സന്റെ ലേറ്റസ്റ്റ് ഹിറ്റ് കാസറ്റ്. എവിടെയൊക്കെ അന്വേഷിച്ചിട്ടൊന്നറിയാ കിട്ടിയത്. പിടിച്ചോ. താങ്ക് യു ബ്രദർ. മമ്മി കാണണ്ട, കഥ ഉറച്ചേക്കാം. ഈ വാക്ക്മാൻ എവിടെ? ഞാൻ വാങ്ങിച്ചാ. അത് മനസ്സിലായി. ഇത് വാങ്ങിക്കാനുള്ള രൂപ എഴുന്നൂറ്റിനാ ചോദിച്ചത്. എന്റെ പോക്കറ്റ് മണിന്ന് മിച്ചം വെച്ച് ഉണ്ടാക്കിയതാ. ഇവിടെ പാട്ട് വെച്ചൊന്നും കേൾക്കാൻ പാടില്ലെന്നല്ലേ മമ്മിയുടെ ഓർഡർ. അപ്പൊ പിന്നെ വാക്ക്മാനാവുമ്പോ സൗണ്ടും പുറത്തേക്കില്ല, പാട്ടും കേൾക്കാം. എപ്പടിയാ മരിയാ? രവി, തള്ളതാ പറഞ്ഞ എന്റെ അമ്മോ. രവി, അമ്മോ ഇതൊരു വയറുവേദന. ബാക്കി കഴിഞ്ഞിട്ട് കട അടച്ചോണ്ട് ഇവിടെ എന്ത് ചെയ്യും? എന്ത് പറ്റും മോനെ? അവന് പെട്ടെന്നൊരു വയറുവേദന. ഞാൻ ചെക്കപ്പ് ചെയ്യായിരുന്നു. അയ്യോ എന്റെ മമ്മി, എന്തൊരു വയറുവേദന. അല്ല, അവന് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരാണെന്ന് പറഞ്ഞല്ലോ. മമ്മിക്ക് അറിഞ്ഞൂടെ? അയ്യോ പോക്കല്ല. അൾസർ വന്നിട്ടാണോ? അല്ല മമ്മി, ഇവന് അമിതമായ ഭക്ഷണം കഴിച്ചിട്ടാ. ഭക്ഷണം കുറച്ച് എല്ലാം മാറിക്കൊള്ളും. എന്നാലേ ഇന്ന് മുതൽ നീ ലിക്വിഡ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാ മതി. അയ്യോ മമ്മി ചതിക്കല്ലേ, ഞാൻ വെറുതെ അഭിനയിച്ച. അല്ല ചേട്ടന് ഈ രോഗവിവരങ്ങളെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ ഞാൻ പരീക്ഷിച്ചു നോക്കിയല്ലേ. ഈയിടെയായിട്ട് നിനക്ക് കളി അല്പം കൂടുന്നുണ്ട്. യെസ് മമ്മി. നോ മമ്മി. മമ്മി, ചേട്ടന്റെ മാരേജ് പ്രപ്പോസൽ എന്തായി? കാര്യം വേണ്ടെന്ന് വെച്ചു. നല്ല പ്രപ്പോസൽ ആയിരുന്നു. ആ പെൺകുട്ടി ബാസ്കറ്റ്ബോൾ ചാമ്പ്യനാ. എന്താ, അവള് ബാസ്കറ്റ്ബോൾ കളിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. കുടുംബം നോക്കാൻ പറ്റിയൊരു പെണ്ണ് ഞാൻ ഇവിടെ ആവശ്യം, അല്ലാതെ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻ അല്ല. അതെ കണക്ട്. മമ്മി, മമ്മിക്ക് സെൻസറി ഇല്ലേ? ഉണ്ട്, ഞാൻ പോകാനിരുന്ന. മമ്മൂട്ടിയുടെ പടമാണോ മമ്മി? മമ്മി സെൻസർ ബോർഡ് ഒമ്പതാണ്ട് എന്തോന്നാ കാര്യം? അല്ലെങ്കിൽ ആരുടെ പറഞ്ഞു എനിക്ക് ഒരു ചാൻസ് വാങ്ങിച്ചൂടെ? കയ്യട. എടാ, നീ നിന്റെ മുഖം
കണ്ണാടി നോക്കാറില്ലേ? ഓ ചേട്ടനെ കളിയാക്കാനും വേണ്ട. ഒരു സമയം ഞാൻ ഒരു മമ്മൂട്ടിയാവും. പിന്നെ എന്നെ കാണുമെങ്കിൽ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യേണ്ടി വരും. ദൈവമേ, എവന്റെ കാര്യം പോക്ക് തന്നെ. ബ്രദറെ, ആ കഥവ് നടച്ചേ. വാ, ഉത്തരവ്. ആ പിന്നെ ഞാൻ സെൻസർ ഓഫീസിലേക്ക് പോവാണ്. അയ്യോ നേരമായി. ചെല്ലി ചെല്ലി ചെല്ലി. ഞാൻ സെൻസർ ഓഫീസിൽ പോകുന്ന ദിവസം നിങ്ങളുടെ മുഖത്ത് വലിയ സന്തോഷം കാണാറുണ്ടല്ലോ. എന്റെ മുഖത്ത് എന്ത് സന്തോഷം കാണാനാ. ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മധുര പലഹാരങ്ങൾ കഴിക്കാം, കൂടുതൽ പഞ്ചസാരയിട്ട് ചായ കുടിക്കാം, ഇഷ്ടം പോലെ സിഗരറ്റ് വലിക്കാം. അതൊക്കെ ഓർത്തിട്ടുള്ള സന്തോഷമാണ്. അല്ല പത്മാവതി, ഇന്ന് ഏത് പടമാ കത്രി കൊണ്ട് ക്രൂശിക്കാൻ പോകുന്നത്? ലക്ഷക്കണക്കിന് രൂപ മുടക്കി പാവം പ്രൊഡ്യൂസർമാർ പടമെടുക്കും. നിങ്ങൾ ഓഫീസർമാരിരുന്ന് അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, അവിടെ വെട്ട ഇവിടെ വെട്ട എന്ന് പറഞ്ഞ വെട്ടി വെട്ടി ഒരു പരിവമാക്കും. പത്മാവതി, നീയും കലയും നമ്മൾ എന്തുവാ ബന്ധം? നീ ജീവിതത്തിൽ മൊത്തം 3 പടമല്ലേ കണ്ടത്? വീരഘടോൽക്കജൻ, മായാബസർ, ഭക്തകുചേല. ആ നീ വന്ന് സെൻസർ ബോർഡ് മെമ്പറും. കൊള്ളാം കൊള്ളാം. മതി മതി, വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. എന്താണ് നവദമ്പതിമാര് തമ്മിലൊരു സൗന്ദര്യപ്പണക്കം? ആ വരൂ. വിക്രമം പിള്ളയോ, വരണം വരണം. നിങ്ങളുടെ ഈ ജീവിതം കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ശിവനെയും പാർവതിയാ. നാഴിക്ക് 40 വട്ടം ഉടക്കുന്ന സ്വഭാവ പാർവതിയുടേത്. എന്നാലും അവര് തമ്മിലുള്ള ആത്മീയ ഐക്യമുണ്ടല്ലോ. അല്ല പിള്ളച്ചേട്ടാ, ഞാൻ എന്തെങ്കിലും പറയുന്നതിലാണോ കുറ്റം? ഡോക്ടർ ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നതൊക്കെ മറന്ന് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ പത്മാവതി അമ്മയ്ക്ക് പാർവതി ആകാതിരിക്കാൻ പറ്റില്ലല്ലേ? വാരുതേ. പിള്ളച്ചേട്ടാ, നമ്മുടെ സുരേഷിന് ഒരു അലയൻസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതെന്തായി? ഞാനത് മറന്നിട്ടില്ല. ഒരു പെണ്ണുണ്ട്, എന്റെ സ്നേഹിതന്റെ മകളാ. നല്ല തറവാട്ടുകാരാ. പെണ്ണ് കാണാനും കൊള്ളാം. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പെണ്ണിനെ പോയി കാണാം. അല്ല പത്മാവതി, നിനക്ക് പോവാൻ സമയം കഴിഞ്ഞില്ലേ? എന്നെ വിളിച്ചു തോന്നി. തോന്നിയതല്ല, വിളിച്ചതാണ്. പിള്ളച്ചേട്ടൻ ഒരു ചായ കൊണ്ടു കൊടുക്കൂ. അല്ല, A1 ടീ. ഹരിരേ, ഒരു വിത്തൗട്ടും. ഇടോ, ഞാൻ പോയി കഴിഞ്ഞാ പഞ്ചസാര മധുരം സിഗരറ്റും ഒക്കെ ചോദിക്കും. കൊടുത്തു പോയാൽ വിളിച്ചേട്ടാ, ഞാൻ വരട്ടെ. ഇന്നൊരു പടത്തിന് സെൻസറിങ് ഉണ്ട്. വേണ്ട വേണ്ട, തനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. ഡോക്ടർമാർ പറയുന്നതൊക്കെ താൻ ഇതൊക്കെ ചെയ്തുകൊണ്ടാ പത്മാവതി തന്റെ മേലെ ഇത്രയും നിയന്ത്രണം വെച്ചിരിക്കുന്നത്. നമ്മളെ നന്മയ്ക്ക് വേണ്ടിയാ ഭാര്യമാരെ നമ്മുടെ മേലെ 144 കർഫ്യൂ ഒക്കെ ഏർപ്പെടുത്തുന്നത്. പത്മാവതി ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നതുകൊണ്ടാ തന്റെ മക്കള് 4 വഴിയാകാതെ ഒത്തൊരുമിച്ച് കഴിയുന്നത്. അതെനിക്കറിയാമോ. ആ പെണ്ണിനെ കാണാൻ എന്നാ പോകേണ്ടത്? താൻ പറഞ്ഞു എപ്പോ വേണമെങ്കിലും നമുക്ക് പോവാം. എന്താണോ പെണ്ണിന്റെ പേര്? ശ്രീദേവി.